കുട്ടികളോട് ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കണം എന്നാണ് ഒഴിവാക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ എത്രത്തോളം കൂടുതൽ പറയുന്നോ അത്രത്തോളം ഒരു വാശി പിടിച്ചിങ്ങാണ്ട് കൂടുതൽ ഇൻസ്റ്റാഗ്രാം കളിക്കാൻ നോക്കുകയുള്ളൂ. അത് ഇൻസ്റ്റാഗ്രാം മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയയും. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് പാരൻസിന് ചെയ്യാൻ പറ്റിയ കാര്യം എന്താ വെച്ചാൽ ഓലെ അക്കൗണ്ട് നമുക്ക് പൂട്ടിക്കൽ ഡിലീറ്റ് ചെയ്തിട്ട് നടക്കില്ല. കാരണം നമ്മളറിയാതെ തന്നെ എന്ത് ചെയ്യും, അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിങ്ങാണ്ട് നമ്മളെ ഫോണിൽ എന്ത് ചെയ്യും, ആവശ്യമുള്ള സമയത്ത് അവർ ലോഗൗട്ട് ചെയ്തിങ്ങാണ്ട് അവർ പോകും. അപ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. രക്ഷിതാക്കൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിനെ പറ്റിയും സോഷ്യൽ മീഡിയയെ പറ്റിയൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു അവയർനെസ് ഉണ്ടായിട്ട് അതായത് നമ്മളെ കുട്ടികൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഉണ്ടോ ആ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവരെ ഫ്രണ്ട് ആവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിനനുസരിച്ച് പിന്നെ ഓലെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെ ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എവിടേക്കാണ് അവർ പോകുന്നത്, അവർക്ക് കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളെ കുട്ടി നല്ല നിലക്കാണോ പോകുന്നത്, നമ്മളെ കയ്യിൽ കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ പിന്നെ ഒരു കുറഞ്ഞ സമയം പിന്നെ കുറച്ച് ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, ഇത് അവർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ സമയം അനുവദിച്ച് കൊടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ബാക്കിയുള്ള സമയത്ത് നമുക്ക് പഠിക്കാൻ പറയാൻ പറ്റും ചെയ്യും. അവർ പഠിച്ചിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനും പറ്റും. ഓക്കെ അല്ലേ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താ വെച്ചാൽ പിന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ള പോസിറ്റീവായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ അതിലേക്ക് നയിക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക. അല്ലാതെ ഒരിക്കലും നമുക്ക് ഇൻസ്റ്റാഗ്രാം പൂട്ടിക്കൽ നടക്കില്ല.